ബർത്തിമായി എന്ന കുരുടനായ ഭിക്ഷക്കാരൻ അവൻ തന്റെ പുതപ്പിട്ടും കളഞ്ഞ് ചാടി എഴുന്നേറ്റ് യേശുവിൻ്റെ അടുക്കൽ വന്നു. യേശു അവനോട്, ഞാൻ നിനക്ക് എന്ത് ചെയ്തു തരണമെന്ന് നീ ഇച്ഛിക്കുന്നുവെന്ന് ചോദിച്ചതിന്, റബ്ബൂനി, എനിക്ക് കാഴ്ച പ്രാപിക്കണമെന്ന് കുരുടൻ അവനോട് പറഞ്ഞു. യേശു അവനോട്, പോക, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. ഉടനെ അവൻ കാഴ്ച പ്രാപിച്ചു യാത്രയിൽ യേശുവിനെ അനുഗമിച്ചു. ആത്മീയ അന്ധത പ്രാപിച്ചവരെ ഇന്നും യേശു എഴുന്നേൽപ്പിക്കുന്നു. ചെയ്യേണ്ടതൊറ്റ കാര്യം, കുരുടൻ തൻ്റെ പുതപ്പ് ഇട്ട് കളഞ്ഞു. എന്തിനാണ് ഈ പുതപ്പ്? സാധാരണ പോലെ തന്നെ പൊതച്ചുകൊണ്ടാണ് വരുന്നത്. പക്ഷെ ഇരുന്ന് കഴിഞ്ഞാൽ ഈ പുതപ്പെടുത്ത് തന്നെ മുമ്പിൽ വിരിക്കും. അതിലാണ് ആൾക്കാർ കോയിൻസ് ഇടുന്നത്. മർക്കോസിന്റെ സുവിശേഷം 10-ാം അധ്യായം മനുഷ്യന് നാണയത്തിന്മേലുള്ള, പൈസയിന്മേലുള്ള, സ്വർണത്തിന്മേലുള്ള, പണത്തിന്മേലുള്ള പിടിയാണ്. അവൻ തൻ്റെ ജഡത്തിൽ ഇടപെടുന്നതിന് കാരണമായ വിഷയമാണ് പ്രതിപാദിച്ചിരിക്കുന്നത്. ആദ്യം നമ്മൾ കാണുന്നത് പരീശന്മാർ വന്ന് യേശുവിനെ പരീക്ഷ ചോദിക്കുകയാണ്. പുരുഷൻ തൻ്റെ ഭാര്യയെ ഉപേക്ഷിക്കുന്നത് വിഹിതമോ? യേശുവിനെ പരീക്ഷിക്കുന്നു എന്നിവിടെ എഴുതിയിട്ടുണ്ട്. എന്താണ് പരീക്ഷ? അതൊരു വലിയ പരീക്ഷ തന്നെയാണ്. ഉപേക്ഷിക്കുന്നത് വിഹിതമോ എന്ന് ചോദിച്ചു. യേശു അവരോട് പറഞ്ഞു, നിങ്ങൾക്ക് ഹൃദയകാഠിന്യമെന്ന പുതപ്പുണ്ട്, ആ പുതപ്പിട്ട് കളയണം, വചനത്തിലേക്ക് തിരിയണം. ആദിയിൽ എന്തെഴുതിയിരിക്കുന്നു? പുരുഷൻ അപ്പനെയും അമ്മയും വിട്ട് ഭാര്യയോട് പറ്റിച്ചേരും. മാതാപിതാ ഗുരു ദൈവം, അതാണ് ഈ ലോകത്തിൻ്റെ എല്ലാവർക്കും സ്വീകാര്യമായ പ്രമാണം. ആ പ്രമാണത്തിൻ്റെ പ്രശ്നം എന്താണെന്നറിയാമോ? അതിനെതിർക്കാൻ കഴിയുകയില്ല. കാരണം നല്ല കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ടാണ് ചോദിച്ചത്, മോശ നിങ്ങൾക്ക് എന്ത് തന്നു? ഉപേക്ഷണ പത്രം എഴുതി കൊടുത്ത് ഉപേക്ഷിച്ചോളം പറഞ്ഞു. അപ്പോൾ എഴുതപ്പെട്ട പല കാര്യങ്ങളും, അനുവർത്തിച്ചു വരുന്ന പല കാര്യങ്ങളും ദൈവവചനത്തിന്, ദൈവ ഇഷ്ടത്തിന് വിരോധമാണെന്ന് മാത്രമല്ല, ഒരു മനുഷ്യൻ പൂർത്തി പ്രാപിക്കുന്നതിന് തടസ്സമാണ്. പുരുഷൻ അപ്പനെയും അമ്മയെയും വിട്ട് ഭാര്യയോട് പറ്റിച്ചേരും, അവർ ഒരു ദേഹമായി തീരും. ഒരു കംപ്ലീറ്റ് മാൻ എന്ന് പറയുന്നത് പുരുഷനും അവൻ്റെ ഭാര്യയും ചേർന്നതാണ്. ഭാര്യയില്ലാത്തവർക്ക് കർത്താവ് അതിനുള്ള കൃപ കൊടുത്തിട്ടുണ്ട്. ഈ ഭാര്യന്മാർക്ക്, വിധവമാർക്ക് കർത്താവ് അതിനുള്ള കൃപ കൊടുത്തിട്ടുണ്ട്. അല്ലാതെ കുടുംബജീവിതത്തിലുള്ളവർക്ക് കർത്താവ്, അല്ലെങ്കിൽ കുടുംബജീവിതത്തിൽ പ്രവേശിക്കുന്നവർക്ക് കർത്താവ് കൊടുക്കുന്ന ഉപദേശമാണ്, നിങ്ങൾ ഉപേക്ഷ ചെയ്യരുത്. ഉപേക്ഷണം ദൈവം വെറുക്കുന്നു. ദൈവം നിങ്ങളുടെ പൂർണ്ണത ആഗ്രഹിക്കുന്നു. യേശുവിൻ്റെ അടുക്കൽ കുറേ ആൾക്കാർ അവരുടെ കുഞ്ഞുങ്ങളെ കൊണ്ടുവന്നു. യേശു ഒന്ന് തൊട്ട് അനുഗ്രഹിക്കണം. ശിഷ്യന്മാർ അവരെ ശാസിച്ചതാണ്. യേശു കർത്താവ് ശിഷ്യന്മാരോട് മുഷിഞ്ഞു. അങ്ങനെ മുഷിയുന്ന ഒരാളല്ല. പക്ഷെ ശിശുക്കളുടെ വിഷയം വന്നപ്പോൾ മുഷിയും. സഭയിലെ മൂപ്പന്മാരൊക്കെ ഉണ്ടാവും. പക്ഷെ ഈ നിഷ്കളങ്കമായിട്ട് കർത്താവിനെ ആരാധിക്കുകയും പാടുകയും വലിയ വചന പാണ്ഡിത്യമൊന്നും ഉണ്ടാകില്ല. പക്ഷെ കർത്താവിനോടുള്ള സ്നേഹം കൊണ്ട് വലിയ ഫോർമാലിറ്റി ഒന്നും കാണിക്കാത്ത ശിശുക്കൾ ഇന്നുമുണ്ട്. സത്യത്തിൽ അവരിലൂടെയാണ് വീര്യപ്രവൃത്തികളൊക്കെ നടക്കുന്നത്. അവരോട് മൂപ്പന്മാർ ശാസിച്ചാൽ ദൈവം, യേശു അവരോട് മുഷിയും. യേശു പറഞ്ഞു, ശിശുക്കളെ എൻ്റെ അടുക്കൽ വരുവാൻ വിടുവിൻ. ദൈവരാജ്യം ഇങ്ങനെയുള്ളവരുടെ. എന്താ കാര്യം? അവർ വീട്ടിലും ചർച്ചിലും ഒരുപോലെയാണ്. അവർ മൂപ്പന്മാരുടെയൊക്കെ ഒരു സ്വഭാവം, പുതുതായിട്ട് വരുന്നവരുടെയൊക്കെ ഒരു സ്വഭാവം, കമ്പനിയിലൊരു സ്വഭാവം, വീട്ടിലൊരു സ്വഭാവം. അങ്ങനെയല്ല. കുട്ടികൾക്ക് വീട്ടിലും നാട്ടിലും ഒരേ സ്വഭാവം. അവർ യേശു ദൈവോത്തരനാണെന്ന് പറഞ്ഞൊന്നുമല്ല. ചേട്ടാന്നാ വിളിക്കുന്നത്, അങ്കിളേന്നാ വിളിക്കുന്നത്, അപ്പച്ചാന്നാ വിളിക്കുന്നത്. കർത്താവ് പറഞ്ഞാൽ അത് മതി. ഇങ്ങനെയുള്ളവരാണ് ദൈവരാജ്യത്തിൽ കടക്കുന്നത്. കർത്താവ് അവരെ അണച്ച് അവരുടെ മേൽ കൈവച്ച് അവരനുഗ്രഹിച്ചു. ഒരു ധനവാനായ ഒരുത്തൻ, അവൻ മതത്തിന് കീഴിലുള്ളവരാണ്. അവൻ ഓടി വന്ന് യേശുവിൻ്റെ മുമ്പിൽ മുട്ടുകുത്തി. യാക്കോബിൻ്റെ ലേഖനം പറയുന്നത്, ധനവാൻ തൻ്റെ പ്രയത്നങ്ങളിൽ ക്ഷീണിച്ചു പോകും. അവന് ഓട്ടമാണ്. പൈസ ഉണ്ട് എന്നുള്ളത് ശരിയാണ്. അത് മെയിൻറ്റെയിൻ ചെയ്യാനും ധനവാൻ എന്നുള്ള പേരിൽ വരുന്ന ഒരു പാക്കേജാണത്. അതിൻ്റെ കൂട്ടത്തിലുള്ളതാണ് ഓട്ടം. തൻ്റെ പ്രയത്നങ്ങളിൽ ക്ഷീണിച്ചു പോകും. ഇവനോടി വന്നു യേശുവിൻ്റെ മുമ്പിൽ മുട്ടുകുത്തി. നിത്യജീവനെ അവകാശമാക്കാൻ എന്ത് ചെയ്യണം? ശലോമോനേക്കാൾ ജ്ഞാനിയായ കർത്താവ് പറഞ്ഞു, കൊല ചെയ്യരുത്, വ്യഭിചാരം ചെയ്യരുത്, മോഷ്ടിക്കരുത്, കള്ളസാക്ഷ്യം പറയരുത്, ചതിക്കരുത്, നിന്റെ അപ്പനെയും അമ്മയെയും ബഹുമാനിക്കുക.
ഇതൊക്കെ ഞാൻ ചെറുപ്പം മുതൽ പ്രമാണിച്ചു പോരുന്നുവെന്ന് ആ ചെറുപ്പക്കാരൻ പറഞ്ഞു. യേശു അവനെ നോക്കി സ്നേഹിച്ചു എന്ന് എഴുതിയിരിക്കുന്നത് ഇനി പറയാൻ പോകുന്നത് ഈ കൊള്ളിച്ച് പറയുക എന്ന് പറയുന്ന രീതിയിൽ പറയുകയല്ല, കളിയാക്കി പറയുകയല്ല. നീ നിഷ്കളങ്കമായിട്ടാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. പക്ഷേ യഥാർത്ഥത്തിൽ നീ അറിയാതെ വലിയ തെറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. ഒരു കുറവ് നിനക്കുണ്ട്. നിനക്കുള്ളത് വിറ്റ് ദരിദ്രർക്ക് കൊടുക്കുക. എന്നാൽ നിനക്ക് സ്വർഗത്തിൽ നിക്ഷേപമുണ്ടാകും. നീ കൊല ചെയ്യുന്നില്ല എന്ന് പറഞ്ഞില്ലേ? സമ്പത്തിലുള്ള നിന്റെ പിടികൊണ്ട് നീ കൊല ചെയ്തുകൊണ്ടിരിക്കുക. കൊടുക്കൽ വാങ്ങലുകളിൽ നിന്റെ വീട്ടുകാർക്കും നാട്ടുകാർക്കും സഭക്കാർക്കും പല നിയമം കാണിക്കേണ്ടി വരും. ഈ പൈസ കയ്യിലിരിക്കുന്നുണ്ട്. വ്യഭിചാരം ചെയ്യുക സാമ്പത്തിക വിഷയത്തിൽ, മോഷ്ടിക്കുകയാണ് എന്ന് പറഞ്ഞാൽ നീ വലിയ മോടിയുള്ള വസ്ത്രം ധരിച്ചും പൊന്മോതിരം വിട്ടും വലിയ കാറിൽ വരുന്നു. ദരിദ്രനായവൻ നിന്നെ കാണുമ്പോൾ ദൈവസ്നേഹമല്ല കാണുന്നത്, അവൻ്റെ ഹൃദയം നീ മോഷ്ടിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ദൈവസ്നേഹമല്ല ഉണ്ടാകുന്നത്, അവന് ദ്രവ്യാഗ്രഹമാണ് ഉണ്ടാകുന്നത്. കാരണം മറ്റുള്ളവരെ കാണിക്കണം എന്നുള്ള ഉദ്ദേശത്തിലാണല്ലേ തെറ്റൊന്നും നടക്കുന്നത്. കള്ളസാക്ഷ്യം പറയരുത്. യേശുവെ ഞങ്ങൾ ആരാധിക്കുന്നു, യേശുവെ നിന്നെ ഏറ്റവും സ്നേഹിക്കുന്നു എന്ന് പറയുകയും ധനത്തെ മുറുകെ പിടിച്ചുകൊണ്ടിരിക്കുകയും ചെയ്താൽ കള്ളസാക്ഷിയല്ലേ? ചതിക്കരുത്. അറിയാതെ ചതിച്ചുകൊണ്ടിരിക്കുന്നു സമൂഹത്തെ, സഭയെ. അപ്പനെയും അമ്മയെയും ബഹുമാനിക്കുക. അതും ധനമായിട്ട് എന്താ ബന്ധം? അപ്പനും അമ്മയ്ക്കും കൊടുക്കാനുള്ളത് ഞാൻ കൊടുക്കുന്നുണ്ട് എന്ന് പറഞ്ഞ് മാസാമാസം ഒരു എമൗണ്ട് കൊടുത്താൽ കടപ്പാട് തീരുമോ? അപ്പം ഇതെല്ലാം ഒന്ന് അനുഭവിക്കണമെങ്കിൽ പൈസ ഇല്ലാത്തൊരവസ്ഥയിൽ തികഞ്ഞവനായാൽ അവനെ കർത്താവ് മാനിക്കും. അതുകൊണ്ടാണ് തന്നെ സ്നേഹിക്കുന്നവർക്ക് വസ്തുവക അവകാശമാക്കി കൊടുക്കാനും അവരുടെ ഭണ്ഡാരങ്ങളെ നിറയ്ക്കുകയും ചെയ്യേണ്ടതിന് ഞാൻ ന്യായത്തിൻ്റെയും നീതിയുടെയും പാതയിൽ സഞ്ചരിക്കുന്നുവെന്ന് പറയുന്നത് സദൃശ്യവാക്യങ്ങളിൽ. അപ്പോൾ ഇത് മനുഷ്യർക്ക് സാധ്യമാണോ? സാധ്യമല്ല. പക്ഷേ ദൈവത്തിന് സാധ്യമാണ്. എന്ന് പറഞ്ഞാൽ ദൈവഭക്തനായി കർത്താവിനെ സിൻസിയറായിട്ട് ഫോളോ ചെയ്യാൻ ഒരാൾ ആഗ്രഹിച്ചാൽ അവൻ്റെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഉയർച്ച താഴ്ചകളിലൂടെ ദൈവം ഈ കാര്യം ചെയ്യും. അവൻ പോലും അറിയത്തില്ല. ദൈവത്തിന് സകലവും സാധ്യം. പത്രോസ് യേശുവിനോട് കർത്താവെ സകലവും വിട്ട് ഞങ്ങൾ നിന്നെ അനുഗമിച്ചിരിക്കുന്നു. യേശു പറഞ്ഞു, എൻ്റെ നിമിത്തവും സുവിശേഷ നിമിത്തവും വീടോ സഹോദരന്മാരെയോ സഹോദരികളെയോ അമ്മയെയോ അപ്പനെയോ മക്കളെയോ നിലങ്ങളെയോ വിട്ടാൽ ഈ ലോകത്തിൽ തന്നെ ഉപദ്രവങ്ങളോടും കൂടെ 100 മടങ്ങ് വീടുകളെയും സഹോദരന്മാരെയും സഹോദരിമാരെയും അമ്മമാരെയും മക്കളെയും നിലങ്ങളെയും വരുവാനുള്ള ലോകത്തെ നിത്യജീവനെയും പ്രാപിക്കാം. അവിടെ പറഞ്ഞിരിക്കുന്ന ഉപദ്രവങ്ങളോടുകൂടെ എന്നുള്ള വാക്ക് ശ്രദ്ധിച്ചോ? അത് ഈ പറഞ്ഞ കാര്യത്തിൻ്റെ കൂടെ വെച്ചിരിക്കുന്നത് എന്തിനാ? ഈ അന്യരായി നടക്കുന്ന മനുഷ്യർ എന്ന് തോന്നുന്നവർ സഹോദരങ്ങളാകുകയാണ്, അമ്മയെ പോലാകുകയാണ്, അപ്പനെ പോലാകുകയാണ്. ശത്രുക്കളായെന്ന് വിചാരിച്ചവർ, അന്യജാതിക്കാരെന്ന് വിചാരിച്ചവർ കൂടപ്പിറപ്പുകളെ പോലാകുകയാണ്. അതിന് കൊടുക്കേണ്ടി വരുന്ന ഒരു വിലയുണ്ട് ഒരാത്മീയന്. അതിനെയാണ് അവിടെ ഉപദ്രവം എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പൊലോസും പൗലോസും ഒക്കെ പറഞ്ഞു, ഞങ്ങൾ ഉടുക്കാനില്ല, ഉണ്മാനില്ല, സ്ഥിരവാസമില്ലാതെ ലോകത്തിൻ്റെ ചവറ് പോലെ കൂത്തുകാഴ്ചയായി തീർന്നിരിക്കുന്നു എന്ന് എഴുതിയിട്ടുണ്ട്. സങ്കടമല്ലേ? ആ കാലഘട്ടത്തിലെ ശക്തരായ അപ്പോസ്തലന്മാരാണ് പറയുന്നതെന്ന് ഓർക്കണം. പക്ഷെ അവർ എല്ലാവരെയും ധനവാന്മാരാക്കി, എല്ലാവരെയും ജ്ഞാനികളാക്കി, എല്ലാവരെയും ആരോഗ്യവാന്മാരാക്കി, ആരോഗ്യമുള്ള സഭകളെ സ്ഥാപിച്ചു, ശക്തിമാന്മാരെ എഴുന്നേൽപ്പിച്ചു. അനേകർക്ക് വിടുതലായി, അനേകർക്ക് അനുഗ്രഹമായി. യേശു കർത്താവും ശിഷ്യന്മാരും കൂടി യെരുശലേമിലേക്ക് പോകുന്നു. യാക്കോബും യോഹന്നാനും യേശുവിൻ്റെ അടുക്കൽ വന്നു. കർത്താവ്, ഞങ്ങൾ നിന്നോട് ചോദിക്കാൻ പോകുന്നു, ഞങ്ങൾക്ക് തരണം. ഓക്കെ, എന്താണ് ആവശ്യം? നിന്റെ മഹത്വത്തിൽ ഞങ്ങളുടെ ഒരുത്തൻ നിന്റെ വലത്ത് ഒരുത്തൻ ഇടത്തിരിക്കണം. വളരെ ചെറിയ കാര്യം ചോദിച്ചു. 12 പേരുണ്ട്. ഇപ്പോഴേ വന്ന് മുൻകുറങ്ങ് പറയുകയാണ്. കർത്താവ്, നീ ചോദിക്കുന്ന എന്താണെന്ന് എനിക്ക് അറിയാവോ? ഞാൻ കുടിക്കുന്ന പാനപാത്രം കുടിപ്പാനും ഞാൻ ഏൽക്കുന്ന സ്നാനം ഏൽപ്പാനും നിങ്ങൾക്ക് കഴിയുമോ എന്ന് പറഞ്ഞാൽ കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ ഈ പറഞ്ഞതുപോലൊരു കാര്യം നടക്കും. പക്ഷെ അന്ന് എൻ്റെ വലതുവശത്തും ഇടതുവശത്തും കുരിശേ 2 പേരുണ്ടാവും. അവൻ അധർമ്മികളുടെ കൂട്ടത്തിൽ എണ്ണപ്പെട്ടു എന്ന് നിർത്തിയാകാൻ തന്നെ. അതുകൊണ്ട് ഈ മഹത്വം ചോദിക്കുമ്പോൾ അതിൻ്റെ വഴി കൂടെ ഒന്ന് അറിഞ്ഞിരിക്കണം. കർത്താവ് പറഞ്ഞു, നിങ്ങൾ കുടിക്കും, ഞാൻ ഏൽക്കുന്ന സ്നാനം നിങ്ങൾ ഏൽക്കും. അതൊക്കെ ശരി തന്നെ. പക്ഷേ ഈ ജാതികളുടെ ഇടയിൽ കർത്തൃത്വം നടത്തുന്ന പോലെയും അധികാരം നടത്തുന്ന പോലെയും വിശുദ്ധന്മാരുടെ ഇടയിൽ അധികാരം നടത്താനോ കർത്തൃത്വം നടത്താനോ അല്ല ഈ വലത്തും ഇടത്തുമൊക്കെ ഇരുത്തുന്നത്. അത് ദൈവം കണ്ടിട്ടുണ്ട്, ആരെ ഇരുത്തണമെന്ന് തീരുമാനിച്ചിട്ടുണ്ട്. ദൈവപുത്രൻ മനുഷ്യനായി വന്നത് ശുശ്രൂഷ ചെയ്യാനാണ്, അനേകർക്ക് വേണ്ടി തൻ്റെ ജീവനെ മറുവിലയായി കൊടുക്കാനാണ്. നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ മറ്റുള്ളവരെ ശുശ്രൂഷിക്കാനാണ് പൈസ തന്നത്. വിശുദ്ധന്മാരെ ശുശ്രൂഷിക്കാൻ, ദരിദ്രരെ സഹായിക്കാൻ, വിധവമാരെ സഹായിക്കാൻ,
അനാഥരെയും വിധവമാരെയും അവരുടെ ഞെരുക്കങ്ങളിൽ ചെന്ന് കാണാൻ, വിശേഷത്തിൽ പങ്കാളിയാകാൻ. ഹല്ലേലൂയ. നമ്മൾ ആദ്യം വായിച്ച ഭാഗം പോലെ ആ കുരുടൻ ആ പുതപ്പ് വലിച്ചെറിഞ്ഞു. കാരണം അതിനേക്കാൾ പ്രധാനമാണ് കാഴ്ച കിട്ടുക എന്നുള്ളത്. ആ ടൈമിൽ അവൻ ചെയ്തു, അവനത് കിട്ടി. ഒരു ടൈമിങ് ഇമ്പോർട്ടൻ്റ് ആണ്. എല്ലാവരും ഭണ്ഡാരത്തിൽ കാശിടുന്നു. ദരിദ്രയായൊരു വിധവ ആരാധനയ്ക്ക് വന്നു. തിരിച്ചു വീട്ടിൽ പോകുന്ന വഴി വല്ല ബ്രെഡോ എന്തെങ്കിലും മേടിക്കാൻ വേണ്ടി വെച്ചിരുന്ന കാശാണ്. ആരാധനയ്ക്ക് വന്ന് ആ ആത്മസന്തോഷത്തിൽ അവിടെ ഹൃദയം നിറഞ്ഞപ്പോൾ വയറ് നിറയേണ്ട കാര്യം വിട്ടിട്ട് തനിക്കുള്ള 2 കാശ് ഭണ്ഡാരത്തിലിട്ടു. കർത്താവ് പറഞ്ഞു, ഇതേ നോക്ക്, ഇവളെല്ലാവരിലും അധികം ഇട്ടിരിക്കുന്നു. അപ്പോൾ മനുഷ്യൻ നോക്കുന്ന പോലെ അല്ല ദൈവം നോക്കുന്നത്. അഗ്നിജാലയ്ക്കത്ത കണ്ണുള്ളവൻ, ചെവിയെ നട്ടവൻ, കണ്ണിനെ നിർമ്മിച്ചവൻ, അങ്ങനെ പറയുന്നു. നമ്മൾ ഈ ചെവി പുറമേ നിന്ന് നോക്കുമ്പോൾ 2 കാര്യങ്ങളേ ഉള്ളൂ. പക്ഷെ അതിൻ്റെ സിസ്റ്റം എന്ന് പറഞ്ഞാൽ എത്ര വലുതാണ്. കണ്ണ് പുറമേ കാണുന്ന 2 ബൾബ് അത്രയല്ല, അതിൻ്റെ പുറകിൽ കിലോ കണക്കിന് വെയിറ്റ് ഉണ്ടെന്നാണ് പറയുന്നത് കണ്ണുകൾക്ക്. അപ്പോൾ ദൈവം നമ്മൾ കാണുന്ന പോലെ എല്ലാ കാര്യങ്ങളും കാണുന്നത്, നമ്മൾ ചിന്തിക്കുന്ന പോലെ അല്ല ചിന്തിക്കുന്നത്. ദൈവം വീക്ഷിക്കുന്ന പോലെ അറിയണമെങ്കിൽ നമ്മൾ അവന് വിധേയപ്പെടേണ്ടിയിരിക്കുന്നു. നമ്മുടെ കയ്യിലുള്ള തുട്ടുകളെ വലിച്ചെറിയേണ്ടിയിരിക്കുന്നു. അവൻ്റെ മഹത്വം പ്രാപിക്കാൻ, കാഴ്ച പ്രാപിപ്പാൻ, അനുഗ്രഹം പ്രാപിപ്പാൻ അവൻ നമ്മളെ അണച്ച് നമ്മുടെ മേൽ കൈവച്ച് അനുഗ്രഹിക്കാൻ വേണ്ടി. അനുഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു യേശുനാമത്തിൽ തന്നെ.